ഗുഡ് ഈവനിംഗ് 24 ഹെഡ്ലൈൻസ് തുടങ്ങുന്നു. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തുവന്ന പ്രധാനപ്പെട്ട 24 വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി അറിയാം. അതിവേഗം അരമണിക്കൂറിൽ സ്വാഗതം. ആശ്രിത നിയമന കേസിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ചെങ്ങന്നൂർ മുൻ MLA കെ രാമചന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചു. ഒരു MLAയുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകാനാവുമെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിക്കെതിരായ സർക്കാർ അപ്പീൽ തള്ളി. ഡൽഹി ചലോ മാർച്ചുമായി വീണ്ടും കർഷകർ. ഭാരതീയ കിസാൻ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്കുള്ള മാർച്ച് തുടങ്ങി. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് കർഷകർ മുന്നോട്ട്. ഡൽഹി അതിർത്തിയിൽ വൻ പോലീസ് സേനാ വിന്യാസം. हमारी जो मांग है वो 10% की है. हमें जो मुआवजा दिया गया था हमारा 10% काट के दिया गया था. जो मुआवजा हमको दिया गया था वो 10% हमारा काट लिया था उसी टाइम, और उसके बदले में बोला था कि तुमको 10% विकसित ज़मीन दी जाएगी, आपके बच्चों को नौकरी दी जाएगी, शिक्षा दी जाएगी. ना तो नौकरी मिली, ना शिक्षा मिली, कुछ भी नहीं मिला. കണ്ണൂർ വളപട്ടണത്ത് 1 കോടി രൂപയും 300 പവനും കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. അയൽവാസിയായ ലിജീഷിന്റെ വീട്ടിൽ നിന്ന് മോഷണ മുതൽ കണ്ടെടുത്തു. കീച്ചേരിയിൽ 4.5 ലക്ഷം രൂപയും 11 പവൻ സ്വർണവും കവർന്ന കേസിലും ലിജീഷിന്റെ പങ്ക് തെളിഞ്ഞു. പ്രതിയെ കുടുക്കിയത് CCTV ദൃശ്യങ്ങളും വിരലടയാളവും. അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും. പ്രതി വലയിലായത് പഴുതടച്ച അന്വേഷണത്തിലൂടെയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. ഏകദേശം 100ഓളം CCTV ക്യാമറകൾ ഫുട്ടേജ് സംഘടിപ്പിച്ചിട്ട് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 24/7 ബേസിസിൽ വെരിഫിക്കേഷൻ നടത്തി. 76 ആളുകളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് വെരിഫൈ ചെയ്തു. മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു. ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇന്നലെ ഞായറാഴ്ച തന്നെ മാച്ചിങ് ചെയ്തിട്ട് നോക്കി. നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട് കീച്ചേരി കേസായിട്ട്. ദിസ് പേഴ്സൺ ഇറ്റ് സെൽഫ് മേ ബി ഇൻവോൾവ് ഇൻ ദിസ് കേസ് ഓൾസോ. നമ്മുടെ പ്രസൻറ്റ് കേസും ഇയാൾ തന്നെ ഇൻവോൾവ് ആണ്. അത് വെച്ചിട്ട് ഞങ്ങൾ ഫർദർ ക്വസ്റ്റ്യനിങ് ചെയ്തു. വൈകിട്ട് ഏകദേശം നമുക്ക് 7 o'clock വരെ നമുക്ക് ഇയാൾ ഒരു അക്സെപ്റ്റ് ചെയ്തു ദാറ്റ് ഹി ഹാസ് ഓൺലി ഡൺ ദിസ് തെഫ്റ്റ്. ഇയാൾ തന്നെയാണ് കുറ്റകൃത്യം ചെയ്തത്. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കൂട്ടും. നിരക്ക് വർധന അനിവാര്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി പ്രതിസന്ധിയുണ്ടെന്ന് മന്ത്രി. ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം കൂട്ടാൻ കൂടുതൽ പദ്ധതികൾ വേണമെന്നും കെ കൃഷ്ണൻകുട്ടി. മുഖ്യമന്ത്രിയുടെ അനുമതി കൂടി വാങ്ങിയ ശേഷമാകും പ്രഖ്യാപനം. നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് മന്ത്രി. ഇലക്ട്രിസിറ്റി ബോർഡ് ഉയർത്തണം എന്നുള്ളൊരു ചെലവും വരവും കണക്കാക്കിയിട്ട് റെഗുലേറ്ററി കമ്മീഷനാണ് ഒരു തീരുമാനമെടുക്കുക. ഈ സ്ഥാപനം നിലനിൽക്കണ്ടേ, ആ രീതിയിലായിരിക്കും അത് ചെയ്യുക. നമ്മൾ ഡിമാൻഡ് കൂടുകയും നമുക്ക് പർച്ചേസിൻ്റെ വില കൂടുതലും വരുമ്പോൾ നമുക്കതനുസരിച്ചിട്ടല്ലേ ചിലവ് വരത്തുള്ളൂ. വരവും ചിലവും പൊരുത്തപ്പെട്ടു പോകണ്ടേ. ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതിനനുസരിച്ചിട്ട് പിന്നെ ഗവൺമെൻറ് അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. ഗവൺമെൻറ് അത് ഇടപെട്ട ശേഷം ഉപഭോക്താക്കൾക്ക് വിഷമമുണ്ടാക്കാത്ത രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ആഴ്ച പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചാലും ഡിസംബർ 1 മുതലുള്ള വൈദ്യുതി ഉപഭോഗത്തിന് പുതിയ ഉയർന്ന നിരക്ക് ഈടാക്കും. പ്രതിവർഷം 2000 കോടിയിലേറെ രൂപയുടെ നഷ്ടം നേരിടുമെന്നാണ് KCBയുടെ വാദം. ഫിൻജാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതികളിൽ വലഞ്ഞ് തമിഴ്നാടും പുതുച്ചേരിയും. മരണസംഖ്യ 13ആയി. തിരുവണ്ണാമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ. സംസ്ഥാനത്ത് മധ്യ വടക്കൻ കേരളത്തിൽ മഴ ശക്തം. വണ്ടിപ്പെരിയാർ സത്രം വഴിയുള്ള ശബരിമല തീർത്ഥാടക യാത്ര തൽക്കാലത്തേക്ക് തടഞ്ഞു. ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും കേരളം നോക്കി. NDRFൻ്റെ 4 ടീമുകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. അതിൽ 2 ടീമുകളെ പൂർണ്ണമായിട്ടും ശബരിമലയിലെ തീർത്ഥാടനം കൂടി പ്രമാണിച്ചുകൊണ്ട് ശബരിമലയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ITBPയുടെയും CRPFൻ്റെയും BSFൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും DSCയുടെയും ഒക്കെ ടീമുകളുണ്ട്. വിനിയോഗിക്കേണ്ട ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ
വടക്കൻ കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ വിന്യസിപ്പിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ CPIM സമ്മേളനങ്ങളിൽ ജി സുധാകരനെ അവഗണിച്ച ജില്ലാ ഘടകത്തെ തള്ളി സംസ്ഥാന നേതൃത്വം. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കരുതെന്ന നിർദ്ദേശം. ജി സുധാകരൻ, ഡോക്ടർ TM തോമസ് ഐസക്, പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ നേതാക്കളെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വിളിച്ചതായി വിവരം. പാർട്ടിയും ജി സുധാകരനുമായുള്ള അകലം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. ജി സുധാകരൻ നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. CPM-നെ ജീർണത ബാധിച്ചിരിക്കുകയാണ്. CPM ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത്. ഇപ്പം നടക്കുന്നത് ആഭ്യന്തരമായ കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രതികരണം നടത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിവെക്കുകയാണ്. പാർട്ടി അണികൾ സംതൃപ്തരല്ല. പാർട്ടിയിലെ താഴെ തട്ടിൽ മുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല കമ്മ്യൂണിസ്റ്റുകാർ സംതൃപ്തരല്ല. അപ്പോൾ അവരത് പ്രതിഷേധിക്കും സ്വാഭാവികമായിട്ട്. മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിമാരിൽ ഞാൻ വിമർശിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. നീതിപൂർവമായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് പെരുമാറിയിരുന്നത്. PWD മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് അദ്ദേഹം നൽകി. ഒരു കാലത്തും അത്രയും നീതിപൂർവമായി പൊതുമരാമത്ത് മന്ത്രിമാർ പെരുമാറിയിട്ടില്ല. ജില്ലാ പ്രസിഡന്റിനൊപ്പം ജി സുധാകരനെ കണ്ടുവെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. ജി സുധാകരന് പ്രശംസയും. അദ്ദേഹത്തെ കണ്ടു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ ഗ്രന്ഥം സമ്മാനിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നത്. ആ ലക്ഷ്യവും ഒപ്പം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുമാണ് പോയത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയത്തെ മൗനം കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പകുതി മനസ്സ് ഞങ്ങളോടൊപ്പമാണ് എന്ന് 100% എനിക്ക് പറയാൻ കഴിയും. ജി സുധാകരനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാത്തത് CPIM-ന്റെ ആഭ്യന്തര വിഷയമെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ആഭ്യന്തര വിഷയങ്ങളിൽ CPI അങ്ങനെ ഇടപെടാറില്ല. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് CPM-ൻ്റെ നേതാവായിട്ടുള്ള ജി സുധാകരൻ പൊതുവായി പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനകത്തുനിന്ന് വ്യത്യസ്തമായൊരു നിലപാട് CPIക്കില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളാണ്. അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും CPI അതിനകത്ത് ഇടപെട്ട അഭിപ്രായം പറയാറില്ല. തിരുവനന്തപുരം മംഗലപുരത്തെ തർക്കത്തിൽ കടുത്ത നടപടിക്ക് CPIM. നേതൃത്വത്തെ വിമർശിച്ച മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ ധാരണ. വി ജോയിക്കെതിരെ വീണ്ടും മധു മുല്ലശ്ശേരിയുടെ ആരോപണങ്ങൾ തള്ളി ജില്ലാ സെക്രട്ടേറിയറ്റ്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആൾ സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ സെക്രട്ടറി ആയത്. അപ്പോൾ പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാൾ ഇങ്ങനൊരു അപവാദ പ്രചരണം നടത്തേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. ഭാവിയായും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശരിയായ നിലപാട് തന്നെയായിരിക്കും പാർട്ടി സ്വീകരിക്കുക. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ പാർട്ടി സ്റ്റേറ്റ് നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തീരുമാനത്തിലേക്ക് നിങ്ങൾ അറിയിക്കും. ആര് പോയാലും ഒരാൾ പോലും മധുവിൻ്റെ കൂടെ ഉണ്ടാവില്ല. മധു അല്ലാതെ ഒരാൾ പോലും ഉണ്ടാവില്ല. ഒരു സംശയം. പുറത്താക്കുന്നതിന് പിന്നാലെ മധു മുല്ലശ്ശേരി പാർട്ടി വിടുമെന്ന് സൂചന. എന്നാൽ അതൊന്നും കണക്കിലെടുക്കേണ്ടെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. മധു മുല്ലശ്ശേരി BJPയിലേക്ക് പോകാനാണ് സാധ്യതയെന്നും വിവരങ്ങൾ. സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തിയിട്ടും പത്തനംതിട്ടയിലെ CPIM വിഭാഗീയതയ്ക്ക് പരിഹാരമായില്ല. ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം നാട്ടിലെ ഏരിയ സെക്രട്ടറിക്കെതിരെ കലാപം. സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം പോരടിച്ച് CPIM പ്രവർത്തകരും അനുഭാവികളും. ജില്ലാ സെക്രട്ടറിയുടെ വിശ്വസ്തനായ RB രാജീവ് കുമാറിനെ ഏരിയ സെക്രട്ടറിയാക്കിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തിൽ കണ്ണികളായി മലയാളി വിദ്യാർത്ഥികളും. തട്ടിയെടുക്കുന്ന പണമെത്തുന്നത് കുട്ടികളുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്ക്. തട്ടിപ്പ് സംഘം നൽകുന്നത് 25,000 രൂപ വരെ. മലയാളികളെ കേസിൽ പ്രതിയാക്കി ഉത്തരേന്ത്യൻ സംഘം രക്ഷപ്പെടും. വാഴക്കല സ്വദേശിനിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. ഇന്നലെ പിടിയിലായവരുടെ അക്കൗണ്ടുകളിൽ മാത്രം നടന്നത് 480-ലധികം ഇടപാടുകൾ. മുംബൈയിൽ 26-കാരിയോട് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തിന്റെ കൊടുംക്രൂരത. നഗ്നയാക്കി തട്ടിയെടുത്തത് 1.25 ലക്ഷം രൂപ.
അദാനി വിഷയത്തിൽ പാർലമെന്റ് സ്തംഭനം രണ്ടാം ആഴ്ചയിലേക്ക്. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി വിഷയത്തിൽ സഭ സ്തംഭിപ്പിക്കുന്നതിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന് തൃണമൂൽ കോൺഗ്രസ്. യോഗം ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. തുടർച്ചയായ പാർലമെന്റ് സ്തംഭനത്തിൽ ചർച്ചയ്ക്കായി നിർദ്ദേശം മുന്നോട്ട് വെച്ച് സ്പീക്കർ. രാഷ്ട്രപതിയുടെ പ്രസംഗം, ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്നിവ സംബന്ധിച്ച് ഈ മാസം 13-14 തീയതികളിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറെന്ന് സ്പീക്കർ. നാളെ രാവിലെ 10 ചേരുന്ന ഇന്ത്യ സഖ്യയോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് മറുപടി നൽകും. കോൺഗ്രസിനെതിരെ വിമർശനവുമായി CPI രംഗത്തെത്തി. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷികൾ പല സംസ്ഥാനങ്ങളിലും CPIയെയും ഇടതുപക്ഷത്തെയും ഉൾക്കൊള്ളുന്നില്ലെന്ന് ഡി രാജ. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടപടികൾ നിർത്തിവച്ചു. മുകൾ നിലയിലെ കോടതി മുറിയിൽ എത്താൻ ബുദ്ധിമുട്ടെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. വിചാരണ മറ്റേതെങ്കിലും കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യം. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ CPIM നേതാവ് PR അരവിന്ദാക്ഷന് ജാമ്യം. ജാമ്യം നൽകാതിരിക്കാൻ നിലവിൽ കാരണങ്ങൾ ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി ഉത്തരവ്. കേസിൽ ബാങ്കിലെ മുൻ അക്കൗണ്ടന്റ് CK ജിൽസനും ജാമ്യം. കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ജനകീയ കുറ്റവിചാരണയിൽ കേസെടുത്ത് പോലീസ്. VT ബൽറാം, PM നിയാസ്, K പ്രവീൺകുമാർ തുടങ്ങി 100ഓളം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. അനുമതിയില്ലാതെ മൈക്ക് ഉപയോഗിച്ചു, സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി, ഗതാഗത തടസ്സമുണ്ടാക്കി എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ്. ഇക്കഴിഞ്ഞ 30-ന് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ജനകീയ കുറ്റവിചാരണ പ്രതിഷേധം. കൊടകര കുഴൽപ്പണ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി തിരൂർ സതീഷ്. BJP തൃശൂർ ജില്ലാ ഓഫീസിലേക്ക് പണമെത്തിച്ച ദിവസം ജില്ലാ ട്രഷററുടെ നേതൃത്വത്തിൽ 3 ചാക്കിൽ പണം ഓഫീസിന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയെന്ന് തിരൂർ സതീഷ്. തെരഞ്ഞെടുപ്പിന് ശേഷം BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ 1.5 കോടി രൂപ ചാക്കിലും ബിഗ് ഷോപ്പറിലുമായി കടത്തിയെന്നും തിരൂർ സതീഷിന്റെ ആരോപണം. പ്രധാനമന്ത്രി തന്നെ കള്ളപ്പണക്കാരെ രാജ്യത്ത് നിന്ന് തുരത്തുമെന്ന് പറയുമ്പോൾ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നു. പണം കൊണ്ടുവന്ന ധർമ്മരാജൻ കൊണ്ടുവന്ന് കൊടുത്തതിന് പിന്നാലെ ധർമ്മരാജൻ ഓഫീസിൽ നിന്ന് പോയതിനു ശേഷം 3 ചാക്കുകൾ ജില്ലാ ട്രഷറർ സുജയ് സേനൻ, ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത 2 പേർ ഓഫീസിൽ വരികയും അവർക്ക് ഈ ചാക്ക് കെട്ടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പണം എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ബാക്കി 1.5 കോടി രൂപ 1 മാസത്തോളം പാർട്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ 1.5 കോടി രൂപ ഒരു ചാക്കിലും 2 ബിഗ് ഷോപ്പറിലായിട്ട് വീതം വെച്ചിട്ട് 1 മാസത്തിന് ശേഷം കൊണ്ടുപോയത് ജില്ലാ പ്രസിഡന്റിന്റെ കാറിലാണ്. സുജയ് സേനനും ഹരിയും കൂടി ഈ കാറിൽ കൊണ്ടുവച്ചത്. എന്നിട്ട് ഈ കാറിൽ കൊണ്ട് ഈ പണം കൊണ്ട് എവിടേക്ക് പോയി, എന്ത് ചെയ്തു ആ പണം? രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് 1.5 ലക്ഷത്തിലേറെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് കേന്ദ്ര സർക്കാർ. ഖലിസ്ഥാൻ അനുകൂല സംഘടനകളുടെയും പോപ്പുലർ ഫ്രണ്ട് LTT ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ബന്ധമുള്ള അക്കൗണ്ടുകളാണ് ബ്ലോക്ക് ചെയ്തത്. നടപടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന്റേത്. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി വൈകും. പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകൾ കോടതി പരിശോധിക്കും. തുടർവാദം പിന്നീട്. വിചാരണ നടപടികൾ പൂർത്തിയാകാൻ 3 മാസം വരെ എടുത്തേക്കും. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് പ്രതിഭാഗം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയടക്കം നിലവിൽ ജാമ്യത്തിൽ. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ OP ടിക്കറ്റിന് 10 രൂപ. ആശുപത്രി വികസന സമിതി യോഗത്തിന്റെ തീരുമാനം ഇന്ന് മുതൽ നടപ്പിൽ. പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധ പ്രകടനം. പുതിയ നിരക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനത്തിനും ദൈനംദിന പ്രവർത്തനത്തിനും എന്ന വിശദീകരണം. സമ്മിശ്ര പ്രതികരണവുമായി രോഗികൾ. നല്ല തീരുമാനമല്ല, നിലപാട് മോശമാണ്. ഇങ്ങനെ ഉണ്ടായത് ഈ രോഗികൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാരനോ ഈ 10 രൂപ ഇല്ലാത്ത വ്യക്തി എന്താക്കൂ? ഇവർ നോക്കൂ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവരെടുത്ത് 10 രൂപ വേണമെന്ന്. ഈ 10 രൂപ ഇല്ലെങ്കിൽ ഇവരെന്താക്കൂ? ഈ രോഗി ഇവിടെ കിടന്ന് മരിക്കണോ? അപ്പം അതില്ലാതെ മട്ടത്തിലാക്കണോ? പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ OP ടിക്കറ്റിനായി മണിക്കൂറുകൾ ക്യൂ നിന്ന് രോഗികൾ. ഈ ഹെൽത്ത് കാർഡ് സംവിധാനം നടപ്പാക്കുന്നതിനാലാണ് ടിക്കറ്റ് വിതരണം വൈകുന്നതെന്ന് ആശുപത്രി അധികൃതർ.
തിരക്ക് നിയന്ത്രിക്കാൻ നാളെ മുതൽ പുതിയ കൗണ്ടറുകൾ സജ്ജമാക്കുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ജയശ്രീ. ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 27-ാം തീയതി മിനിസ്റ്ററുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലും ഈ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പലരും തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്നായാലും ഒരു ദിവസം ഇത് ചെയ്തേ തുടങ്ങിയേ ഒക്കുള്ളൂ. അപ്പോൾ തുടങ്ങുമ്പോൾ ആദ്യം ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും കുറച്ച്, പക്ഷെ അതൊരു ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ കറക്റ്റ് ചെയ്ത് ശരിയാവും. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ആളുകൾ ഈ UHID കാർഡ് ഉണ്ട്, ആ കാർഡ് ഞങ്ങൾ ഒരാഴ്ച മുമ്പൊക്കെ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതും എടുത്തു കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4 കൗണ്ടറാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ നാളെ തൊട്ടിട്ട് ഇന്നിപ്പോൾ മൺഡേ ആയതുകൊണ്ടും സാധാരണയിലുള്ള ഒരു തിരക്കിൻ്റെ ഉണ്ടാവും. അപ്പോൾ നാളെ തൊട്ടിട്ട് 1 കൗണ്ടറും കൂടെ എക്സ്ട്രാ വെക്കാൻ നോക്കുന്നുണ്ട്. ഇടുക്കി കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് സ്വകാര്യ ബസ് പാഞ്ഞുകയറി. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. യുവാവിന് സാരമായ പരിക്കുകളില്ല. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം തുടങ്ങി. അപകട കാരണം ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് പ്രാഥമിക നിഗമനം. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ നടപടി തുടങ്ങി. മഴ ശക്തമായതോടെ ശബരിമലയിൽ കൂടുതൽ NDRF സംഘത്തെ വിന്യസിച്ചു. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതിശക്തമായ മഴ പെയ്തതോടെ പമ്പ ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലയിലെ നദികളിലും കുളക്കടവിലും തീർത്ഥാടകർക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി. എരുമേലി മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗത കാനനപാതയിൽ തീർത്ഥാടകർ ഒരറിയിപ്പുണ്ടാകും വരെ കാൽനടയായി സഞ്ചരിക്കരുതെന്ന് മുന്നറിയിപ്പ്. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി മുക്കുഴി സത്രം കാനനപാതയിലൂടെയുള്ള യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് തീർത്ഥാടകരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കിയെങ്കിലും പ്രതിഷേധം തുടർന്ന് അധ്യാപകർ. അകാരണമായി പിരിച്ചുവിട്ടതിൽ കാരണം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. അനധ്യാപകർ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അധ്യാപകർ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉത്തരവിലേക്ക് നയിച്ചതെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ ജോലിക്ക് ഹാജരാകണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് ഒരു സ്ഥിരമായൊരു പിരിച്ചുവിടൽ എന്നൊരു അർത്ഥത്തിലല്ല, അങ്ങനെയല്ല ഓർഡർ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഷോർട്ട് പീരീഡ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കൊരു മാറ്റമുണ്ടാവും, അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടലുണ്ടാവും എന്ന രീതിയിൽ അങ്ങനെ ഉറപ്പിന്മേലാണ് അത് ഇപ്പോൾ കലാമണ്ഡലം ആ ഒരു ഓർഡർ പിൻവലിച്ചിട്ടുള്ളത്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ. ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കർണാടക BJPയിൽ ഭിന്നത രൂക്ഷം. സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്രയ്ക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയെന്ന് ആരോപണം. അനുകൂല സാഹചര്യമുണ്ടായിട്ടും തോറ്റത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്ന വിമർശനം ശക്തമാക്കി യെദ്യൂരപ്പ വിരുദ്ധ വിഭാഗം. BY വിജയേന്ദ്രയ്ക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിന് ബസനഗൌഡ പട്ടീലിന് കേന്ദ്ര അച്ചടക്ക സമിതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. I-ലീഗിൽ ഈ സീസണിലെ ആദ്യ ഹോം മത്സരത്തിന് ഗോകുലം കേരള FC നാളെ ഇറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഐസ്വാൾ FC ആണ് എതിരാളികൾ. സീസണിലെ ആദ്യ ഹോം മാച്ച് ആവേശമാക്കാൻ ഒരുങ്ങുകയാണ് ആരാധകർ. പുതിയ പരിശീലകൻ ആന്റോണിയോ റുവേഡയുടെ തന്ത്രങ്ങൾ കരുത്താകുമെന്ന പ്രതീക്ഷയിൽ ഗോകുലം കേരള FC. ഗിനിയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടൽ. 100-ലേറെ പേർ മരിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ കുട്ടികളും. സംഭവം എൻസെറെക്കോറയിൽ. സംഘർഷമുണ്ടായത് ലേബ് ക്ലബും എൻസെറെക്കോറെ ക്ലബും തമ്മിലുള്ള മത്സരത്തിന് ശേഷം. അക്രമാസക്തരായ ജനക്കൂട്ടം ഗാലറിയിലും ഗ്രൗണ്ടിലും ഏറ്റുമുട്ടി. സംഘർഷം ഭരണം നിയന്ത്രിക്കുന്ന സൈനിക മേധാവി മമതി ദോംബോയ്ക്ക് ആദരമർപ്പിക്കാനായി സംഘടിപ്പിച്ച മത്സരത്തിനിടെ.